പറ പറ പറ. സെക്കൻഡ് ഹാഫിൽ നെയ്മർ ഇറങ്ങും, എൻട്രിക്കും വരും, കളി തൂക്കും. ഹലോ ഗൈസ്, അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രസീൽ ജപ്പാൻ മാച്ച് കാണാൻ വേണ്ടിയിട്ട് എൻജോ കോട്ടീസ് സ്ക്രീൻ വെച്ചേക്കണം അങ്ങോട്ട് പോണേണ്. കാരണം നമ്മൾ അർജന്റീന ഫാൻ ആണെങ്കിലും ബ്രസീലിന്റെ കളി എന്തിനാ കാണാൻ പോണേന്ന് അറിയാല. ഏത് മാച്ച് 10:30 പക്ഷെ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിക്കാരൻ പുതിയതായിട്ട് നമ്മുടെ കുന്നുംപുറത്ത്, അതായത് പടമോള അതിന് കുന്നുംപുറത്ത് ഒരു പുതിയ കഫേ ഇട്ടിട്ടുണ്ട്, ചായ ലൂപ്പ് എന്നാണ്ട പേര്. അപ്പൊ അവിടെ ഒന്ന് കയറാനുണ്ടായിരുന്നു. കട സെറ്റാണ്ടാ. ഇവിടെ ദേ അവൻ തന്നെയാണ് നിന്നിട്ട് ഇപ്പൊ ചായ അടിക്കണത്. സ്റ്റാഫ് വേറെ ഉണ്ടെങ്കിലും നല്ല അടിപൊളി ക്വാളിറ്റി ചായ തന്നെയായിരുന്നു. മെനു ഒക്കെ സെറ്റ് ആയിട്ട് വന്നോളൂ. അപ്പൊ ആ സെറ്റ് ആയിക്കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ കുറിച്ചിട്ട് കിട്ടില്ല വീഡിയോ വേറെ ചെയ്യുന്നുണ്ട് ട്ടാ. പിന്നെ നേരെ നമ്മുടെ എൻജോ കോട്ടീസിലേക്ക് വന്നപ്പോ അവിടെ നല്ല ക്രൗഡ്, 9:45 അപ്പൊ തന്നെ നല്ല ക്രൗഡ്. പിന്നെ നേരെ വിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് കണ്ട് ഫീറ്റി ചെന്നിരുന്നിട്ട് കളിയാണ്. ബ്രസീൽ ഫാൻസ് കുറച്ച് പേരുണ്ട് ഇവിടെ. നല്ല വിഷമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴേക്കും നേരെ വിട്ട് എൻജോ കോട്ടേഴ്സിലേക്ക്. അവിടെ ബാക്കി കാണാന്ന് വിചാരിച്ചു. സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ലാത്ത കളിയാണ് ബ്രസീൽ കളിച്ചത്. വിനീഷ്യസ് ഒക്കെ മാരക കളിയായിരുന്നു. അവസാനം ബ്രസീൽ ജയിച്ചു. ഓരോ ഗോൾ അടിക്കുമ്പോഴും അവിടുത്തെ ആരവം നിങ്ങൾ കാണണ്ടേ തന്നെ. എൻജോ കോട്ടേഴ്സിൽ അടിപൊളിയുണ്ട്. സ്ക്രീനിങ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്രൗഡായിരിക്കും എപ്പോഴും. അപ്പൊ ഷോപ്പിലെ ഷാബിലായിട്ട് പെറ്റ് വെച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത്, അവൻ ബ്രസീൽ ഫാനാണ്. ജപ്പാൻ ഫസ്റ്റ് ഗോൾ അടിച്ചപ്പോ നല്ല ആട്ടം ആട്ടിയത്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, മാച്ച് കഴിഞ്ഞപ്പോഴൊക്കെ അവിടെ നിന്ന് ഒറ്റ മുങ്ങങ്ങോട്ട് മുങ്ങി. അപ്പൊ ഇനി അടുത്ത നമ്മുടെ അർജന്റീന കളി എന്താവോന്ന് അറിയില്ല. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.